ഒരു സംഭവം ഉണ്ടായിരുന്നതേ. ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റിനയുടെ ഡയറി എടുത്തു വായിച്ചു. അതൊന്ന് വെറുതെ ഗ്ലാൻസ് ചെയ്തു. എന്താണ് എന്ന് അങ്ങനെയാണ് എനിക്കൊരു ഇത് കിട്ടിയത്. ഞാൻ സാധാരണ ഒന്നും തന്നെ എടുക്കാറില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും മനസ്സിൽ 3 മണി സമയത്ത് കാരണക്കൊന്ന് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലും അതൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല. എന്താ ഈശോ അവിടെ പറയും. കാരണം ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കില്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഗ്ലാഡിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്ലാഡിസ് പറഞ്ഞ വിഷമം എനിക്കും ഉണ്ട്. ക്ഷീണം, ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട്. ഹാലേലൂയ ഹാലേലൂയ. പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവരും അതിനകത്ത് ഒരുപോലെ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ കുഴപ്പമില്ല. അപ്പം ഞാൻ വായിച്ചപ്പം ഗ്ലാഡിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ് ഈ പുസ്തകത്തിൽ. ഞാൻ സംസാരിക്കാനിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമലോത്ഭവ മാതാവിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ടോക്ക് കൊടുക്കാനായിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. എൻ്റെ മനസ്സിൽ വന്നത് അത് ആപ്റ്റാണല്ലോ. കാരണം ഇന്നത്തെ ദിവസം അതാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഒത്തിരി മാസുകൾ കണ്ടു. വിമലഗിരി എന്ന് പറയുന്നത് കോട്ടയത്തെ ഏറ്റവും വലിയ മാതാവിൻ്റെ ഷ്രൈനാണ്. ഒത്തിരി പേര് വരുന്നുണ്ട്. വലിയ മിറക്കിൾസൊക്കെ നടക്കുന്നതാണ്. നമ്മുടെ പൂവത്തുങ്കൽ അച്ഛൻ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ, അത് വിജയപുരം രൂപതയുടെ വികാർ ജനറലും കൂടെയാണ്. അപ്പം അദ്ദേഹം പിന്നെ രാവിലത്തെ മാസം 9 മണി, ഇവിടുത്തെ 4:30 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നേച്ചും കുർബാന എന്തെങ്കിലും ലൈവ് കാണുന്നുണ്ടോ എന്നും പറഞ്ഞ് മലയാളത്തിൽ. ആ സമയത്ത് എനിക്കറിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവരവിടെ തുടങ്ങുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ പള്ളിയിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് 2 പ്രാവശ്യം അവിടെ പോയിട്ട് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കെ അവിടെ നോക്കുമ്പോൾ ഉണ്ട് ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റാണ്. കുറേ താടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം മലയാളത്തിൽ കുർബാന ചൊല്ലുന്നു. കുറച്ചൊക്കെ ഇറ്റാലിയനിലുണ്ട്. പക്ഷേ മലയാളത്തിൽ കുർബാന ചൊല്ലി ഹോമിലി കൊടുത്തത് ഇംഗ്ലീഷിലാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. പിന്നെ ഒരു ആക്സെൻറ്റ് ഏത് ലാംഗ്വേജിൻ്റെയും കാണുമല്ലോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എന്താണേലും ഞാനിവിടെ വന്ന് ഗ്ലാഡിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഡയറി എപ്പോഴും എൻ്റെ കട്ടിൽമേൽ തന്നെ ഇരിക്കുന്നുണ്ട്, സെയിൻറ്റ് ഫൗസ്റ്റിനുടേത്. അപ്പോൾ അത് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഭയങ്കര സർപ്രൈസായി. അതായത് പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഏത് രാജ്യമാണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് നോക്കി അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അർമേനിയ കോപ്റ്റിക് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ സ്ഥലമാണ്. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ. അല്ലേ? അതെ. ആ ഹാലേലിയ 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 ഹാലേലിയ. അപ്പം കിട്ടിയ വചനം ഇതാണ്, സെയിൻറ്റ് ഫൗസ്റ്റിനയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തോട്ട്സ് അല്ലെ അവർ മറ്റുള്ളവരോടുമായിട്ടുള്ള ഹ്യൂമൻസിനോടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നോർമൽ ഇതിലാണ് എഴുതിയിരിക്കുന്നത്, ലെറ്റേഴ്സാണ്. പക്ഷേ ഈശോ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ബോൾഡിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സന്ദേശം എടുക്കാനായിട്ട് ഒരു പേജ് നമ്മൾ മറിച്ചാൽ ബോൾഡ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ കറക്റ്റാണത്. കാരണം എല്ലാ പേജിലും ബോൾഡില്ല. അവരുടെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. 10-600 ശേഷം പേജസ് ഉള്ള ഒരു ബുക്കാണല്ലോ ഇത്. അപ്പം ഞാൻ വായിക്കാം. ഗ്ലാഡിസിൻ്റെ പ്രാർത്ഥനയോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇന്ന് ഇത് തന്നെ വേണം എന്നുള്ളത് വെച്ചാണ്. ഓ ഇഫ് സിന്നേഴ്സ് ന്യൂ മൈ മേഴ്സി they would not perish in such great numbers. They tell sinful souls not to be afraid to reach me. Speak to them of my great mercy. തർജ്ജമ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇംഗ്ലീഷ് അറിയുന്നതാണ്. എന്നാലും വെറുതെ ഒന്ന് മറ്റ് ആൾക്കാരും കേൾക്കുമല്ലോ പുറത്തുള്ളവർ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇഫ് only സിന്നേഴ്സ്, പാപികൾ എൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എക്സ്ക്ലമേഷൻ മാർക്ക് പോലെയാണ്, അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഇത്രയും ഗ്രേറ്റ് നമ്പേഴ്സ്, ഇത്രയും ഗ്രേറ്റ് നമ്പേഴ്സുള്ള ആൾക്കാർ നരകത്തിൽ പോയി പതിക്കുകയില്ലായിരുന്നു. പാപികളെ ദൈവകൃപ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും അവർ മടങ്ങി വരുമായിരുന്നു, മാനസാന്തരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമീപിച്ചേനെ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തെ ഉളവാക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ടോക്ക് കൊടുത്തത് തന്നെയാണ്. ടെൽ സിൻഫുൾ സോൾസ് നോട്ട് ടു ബി അഫ്രൈഡ് ടു അപ്രോച്ച് മീ.
പാപികളായ ആത്മാക്കളോട് പറയുക, എൻ്റെ അടുത്ത് എൻ്റെ കരുണയിലേക്ക് വരാനായിട്ട് മടിക്കരുത്, പേടിക്കരുത് എന്നാണ് പറയുന്നത്. സ്പീക്ക് ടു ദം ഓഫ് മൈ ഗ്രേറ്റ് മേഴ്സി. അവരോട് എൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കുക എന്നാണ്. അപ്പോഴത്തേക്ക് ദ ലോർഡ് സെഡ് ടു മീ അത് പറയുന്നു. എന്നിട്ട് പിന്നെ അവർ എഴുതുകയാണ്, കണ്ടിന്യൂഷനാണ്. ദ ലോർഡ് സെഡ് ടു മീ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കും ഓരോ പ്രാർത്ഥനയും ഇപ്പം ഒരു 7 സ്വർഗസ്നായ ഒരു സ്വർഗസ്നായിക്ക് തന്നെ വലിയ മീനിങ് ആണ്. അതിനെക്കുറിച്ച് ഒരു ടോക്ക് തന്നെ കൊടുക്കാനുണ്ട് 1 മണിക്കൂറത്തെ. പക്ഷേ ഞാനതിലോട്ട് ഇപ്പോൾ കിടക്കുന്നില്ല. അതൊക്കെ സമയം പോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോൺസെൻട്രേഷനിലല്ല. ഹല്ലേലൂയ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന 7 എണ്ണത്തിന് സ്വർഗം ഇളക്കാൻ തക്കവണ്ണമുള്ള, നമ്മളിവിടെ 40 33 ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. സ്വർഗം ഇളക്കാൻ തക്കവണ്ണമുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്കറിയാം. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈശോ ദ ലോർഡ് സെഡ് ടു മീ, സെക്കൻഡ് ടൈമാണ്, ദ ലോസ് ഓഫ് ഈച്ച് സോൾ പ്ലഞ്ചസ് മീ ഇൻ ടു മോർട്ടൽ സാഡ്നെസ് എന്നാണ് പറയുന്നത്. തകർക്കപ്പെടുന്ന രീതിയിലുള്ള വേദനയാണ്, വിഷമമാണ്, സങ്കടമാണ്. വിഷമം അതൊരു നല്ല വാക്കല്ല. ഇവിടെ സങ്കടമാണ് എനിക്കുണ്ടാകുന്നതെന്നും. ദ ലോസ് ഓഫ് ഈച്ച് സോൾ പ്ലഞ്ചസ് മീ ഇൻ ടു മോർട്ടൽ സാഡ്നെസ്. അത്ര സഹിക്കാൻ വയ്യാത്ത സങ്കടത്തിലേക്ക് അതെന്നെ ആഴ്ത്തുന്നുണ്ട്. നിങ്ങളോടൊരു കാര്യം പറയാനാണ്. അത് സെയിൻറ്റ് ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ബൈബിള് നമ്മളോട് സംസാരിക്കാറുണ്ട്, വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട്, നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. യു ഓൾവേസ് കൺസോൾ മീ വെൻ യു പ്രേ ഫോർ സിന്നേഴ്സ്. നീ എപ്പോഴും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മോർട്ടൽ സാഡ്നെസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ നീ എന്നെ കൺസോൾ ചെയ്യുന്നുണ്ട്, നീ എന്നെ കംഫർട്ട് ചെയ്യുന്നുണ്ട്, നീ എന്നെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. അതായിരിക്കണം വാക്ക്, അല്ലേ? ഹല്ലേലൂയ. യു ഓൾവേസ് കൺസോൾ മീ വെൻ യു പ്രേ ഫോർ സിന്നേഴ്സ്. നീ ഓൾവേസ് എന്നെ കൺസോൾ ചെയ്യും. നീ കാറ് വേണം, വണ്ടി വേണം, വലിയ ഉദ്യോഗം വേണം, ഉദ്യോഗം തന്നാലും വേണ്ട, പിന്നെ പ്രൊമോഷൻ വേണം, പിന്നെ മക്കളുടെ കാര്യം, പിന്നെ കൊച്ചുമക്കളുടെ കാര്യം, 5 തലമുറ വരെ ഉള്ളതെല്ലാം സെറ്റപ്പ് ആക്കിയിടണം. ഇതൊക്കെ ചെയ്യുമ്പം ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നുണ്ടെന്നല്ല ഈ ഫൗസ്റ്റീനമ്മ കരുണക്കൊന്ത നമുക്ക് തന്ന ഫൗസ്റ്റീനമ്മ യോട് ഈശോ പറഞ്ഞത്. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി സിന്നേഴ്സ്, പാപികൾ, അത് ആത്മാക്കൾ എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്, പാപികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞ്, നീ എന്നെ സമാശ്വസിപ്പിക്കുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. ദ പ്രേയേഴ്സ് മോസ്റ്റ് പ്ലീസിങ് ടു മീ. ഇത് ഇന്നാണ് പറഞ്ഞുകൊണ്ട് ഞാനൊരു കരച്ചിലങ്ങ് പറഞ്ഞു. അങ്ങ് സിസ്റ്റർ ഫൗസ്റ്റീന എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ വേഗം ഉത്തരം കൊടുക്കുന്നത്? എന്നിട്ട് എന്ത് എൻ്റെ കുറേ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. അത് ഈയിടെ ഒന്ന് പറഞ്ഞിരുന്നു. ദ പ്രേയർ മോസ്റ്റ് പ്ലീസിങ് ടു മീ ഈസ് പ്രേയർ ഫോർ ദി കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്. ഓക്കെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്നെ ഏറ്റവും പ്ലീസ് ചെയ്യുന്ന, എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതെന്നാണ് കർത്താവ് ഫൗസ്റ്റീനമ്മയുടെ ഒരിക്കൽ പറയുന്നത്. നോ മൈ ഡോട്ടർ, ദാറ്റ് ദിസ് പ്രേയർ ഈസ് ഓൾവേസ് ഹേർഡ് ആൻഡ് ആൻസേർഡ്. നീ അറിഞ്ഞുകൊള്ളുക മകളെ, ഈ ഒരു പ്രാർത്ഥന, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് ഞാൻ എപ്പോഴും കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയ മക്കളെ, ഞാൻ ഇവിടെ കുത്തിയിരുന്ന് ഈ 2 മണിക്കൂറോളം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ സമയമല്ല, ഒന്നും ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ ടോക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ പരസ്പരം സംസാരിക്കുന്നില്ല. തുടക്കത്തിൽ ഞാൻ ചുമ്മാ ഇരിക്കുന്നവരോടൊന്നും ഞാൻ നിന്നെ ഒന്നും കണ്ടില്ല, അറിഞ്ഞില്ല, എന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഇരുന്നോണം, അങ്ങനെയല്ല. നമ്മളിതൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ്. നമ്മൾക്ക് പരസ്പരം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, നമ്മളുടെ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മളെ പരസ്പരം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, അസുഖമുള്ളവരുണ്ട്, സുഖമായോ, എന്താ കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ, അതെൻ്റെ ഒരു നേച്ചറാണ്. അതിപ്പോൾ എടുത്ത് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഹാല്ലേലൂയ. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു
പല വിചാരമില്ലാണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഒരു ചിന്തയില്ല. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഇവിടുത്തെ ചേർത്താക്കന്മാരോട് 2 പറയാറുണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ ഞാൻ ചിന്തയൊന്നുമില്ല. അതിലും എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇവരോട് മിണ്ടരുതെന്ന് പറയുന്നത് അത് എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും ചിലപ്പം ഡിസ്റ്റർബ് ആകുന്നുണ്ടാവും. അല്ലെ കേൾക്കുന്ന ആൾക്കാരും. കഴിഞ്ഞാലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് വിട്ടു നിന്നത് ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്താണ് ഇവരുടെ വീട്ടിൽ പിശാചിരിക്കുന്നതെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പിശാചിരിക്കുന്നത്. അല്ലെങ്കിൽ നീയൊക്കെ പിശാചിന്റെ കൂട്ടത്തിലാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇരിക്കണ്ടല്ലോ. കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയ മക്കളെ, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കാറ്റഗറൈസ് കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം. നമ്മളുടെ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം. അയൽവക്കക്കാരുടെ അവർ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വായിലൊന്നും കൊണ്ടുവന്ന് തരില്ല. നമുക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുടുംബത്തെ ആവശ്യങ്ങളുണ്ട്, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതേണ്ട ആവശ്യങ്ങളുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുതേണ്ട ആവശ്യമുണ്ട്. വിവാഹം പെൺകുട്ടികളുള്ളെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടി കരുതേണ്ട ആവശ്യമുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുതേണ്ട ആവശ്യമുണ്ട്. ആരുടെ ഒരിക്കലും കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആവശ്യം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും തരത്തുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അയൽവക്കത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും കടം പോലും തരുമായിരുന്നു. ഇപ്പം അതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് അത് വേണം. അത് ഒരു ഭാഗമാണ്. നാട്ടിലൊരു പറച്ചിൽ പറയാറുണ്ട്, ഈ വായ കീറിയവൻ എരയും തരുമെന്ന്. ഒരു കണക്കിന് അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ വേഴാമ്പലിരിക്കുന്ന നമുക്ക് മഴയപ്പം വരുമെന്നും പറഞ്ഞ് അങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല. നമ്മൾ അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ആ ഹാർഡ് വർക്ക് ബ്ലസ് ചെയ്യുന്ന ദൈവമാണ്. പിന്നെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് തന്നെത്താനെയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കാറ്റഗറിയിൽ എന്തായാലും ജോലി സ്ഥലത്ത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മളുടേത് പേഴ്സണൽ പ്രാർത്ഥന തന്നെയാണ് അതും. കാരണം ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമാണിത്. ഞാനൊരിക്കൽ നാട്ടിലായിരുന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അയൽവക്കത്തല്ല, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, പോക്സോ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിൽ നാട്ടുകാരും മര്യാദയ്ക്ക് ഇരിക്കണം. നമ്മൾ താമസിക്കുന്ന നാടിന് വേണ്ടിയിട്ട്, അല്ലെ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്നതിന് ഒരു ഉദാഹരണമാണ്. തട്ടേക്കാടെന്ന് പറയുന്ന ഇടുക്കിയിൽ എങ്ങാണ്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു തടാകമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ടൂറിസ്റ്റുകളും പോകുന്നതാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ പെരിയാർ ആ ഭാഗമൊക്കെ കൂടെ ആയിരിക്കും. ഈ വൈൽഡ് ആനിമൽസിനെ കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ജർമ്മൻ ഗ്രൂപ്പ് വന്നു. അത് എൻ്റെ കണ്ണിൽ ഇന്നിപ്പോൾ ഇരിക്കുകയാണ്. ഞാൻ നാട്ടിൽ ചെന്നിരിക്കുകയാണ്, ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു വീട് ഞാൻ ലീസിനെടുത്തിട്ടിരുന്നു. അപ്പം മോൾക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അതൊരു സായിപ്പിൻ്റെ കുട്ടിയല്ലേ. അപ്പം അതിന് ഈ വെള്ളമൊന്നും കുടിക്കാതെയാണോ എന്താണെന്ന് അറിയത്തില്ല. എല്ലാം ഞാൻ നല്ലതായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായി. പക്ഷേ ചൂട് അധികം ആകുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. മൂത്രം ഇങ്ങനെ UTI ഉണ്ടാകുകയും എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഇത്രയും ചൂട്, ഡൽഹിയിലൊക്കെ 40, 42 വരുന്ന സമയങ്ങളും ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും തണുപ്പുള്ള അപ്പം ഞാൻ വയനാട്ടിൽ ഒരു സുഖവാസ കേന്ദ്രമുണ്ട്. അവിടെ പോയി ഞാൻ കുറച്ച് നാൾ ഈ ഒരു വലിയ കടുത്ത ചൂടുള്ള സമയത്ത് അങ്ങനെ പോയി താമസിക്കലുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഏതായാലും പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നാട്ടിൽ വന്ന് അങ്ങനെ ഒരു വീട് എടുത്തിട്ടു. എടുത്തിട്ട സമയത്ത് ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടായി. ഒരു സെക്യൂരിറ്റീനെയും വെച്ചു. കാരണം ഞാനും എൻ്റെ അമ്മ വരുന്നുണ്ടായി കിടക്കാനായിട്ട്. അമ്മയും മകൾ ചെറിയ ഒരു കുട്ടിയാണ്, 3 വയസ്സ്. അവൾ സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല, ആ പ്രായമായിട്ടില്ല. അപ്പോൾ നല്ലൊരു വീട്, മുറ്റമൊക്കെ ഉണ്ട്, കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും റോഡ് സൈഡാണ്. ആ സമയത്ത് എന്തുണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വരുത്തും. സെക്യൂരിറ്റീനെ രാത്രി നിർത്തിയിട്ടുണ്ട്. 2 കള്ളന്മാരൊക്കെ വീട്ടിൽ കയറാൻ ശ്രമിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാനൊരു സെക്യൂരിറ്റീനെ ഹയർ ചെയ്തു. 6 മണിക്ക് വരും, 6 മണിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വെളുപ്പിനെ പോകും. അപ്പം ന്യൂസ് പേപ്പർ എടുത്ത് അയാൾ മുറ്റത്തോട്ട് ഇവരിങ്ങനെ എറിഞ്ഞു കൊടുത്തേ ഉള്ളൂ. അയാളെടുത്ത് പോർച്ചിൽ വെച്ചിട്ടാണ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ കണ്ടൊരു കാര്യം, ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ ചില ന്യൂസുകളൊക്കെ കണ്ടാൽ അത് നമ്മളുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ചെയ്ത് കണക്കാണ്. അതൊരിക്കലും മാഞ്ഞു പോകത്തില്ല. ഞാൻ നോക്കുമ്പം ഒരു സ്ത്രീ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ജർമ്മൻ ടൂറിസ്റ്റ്, കുറേ പേര് വന്നിട്ടുണ്ട്, 10
ഒരു ലോഡ് ഫുൾ ഓഫ് ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. ഒരു മിനി ബസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ടൂറിസം പർപ്പസിന് തട്ടേക്കാട് ആ സമയത്ത് എല്ലാവരും കൂടെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി തടാകമുണ്ട് അവിടെ. ആ തടാകത്തിലേക്ക് ആ ഭാഗത്തേക്ക് നടന്നാൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മുഖം ഞാനിങ്ങനെ കാണുകയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു വലിയ ഈ വിറക് വെട്ടുന്ന കത്തി ഉണ്ടല്ലോ, വെട്ട് കത്തി എന്നോ വാക്കത്തി എന്നൊക്കെ പറയല്ല, അതെടുത്തിട്ട് ഇവരുടെ അയാൾക്ക് ഒരു ലെവലുമില്ല, കയ്യോ കാലോ വെട്ടിയെന്ന് കണക്കല്ല, മുഖത്ത് അയാൾ വെട്ടി. മനസ്സിലായോ പറയുന്നത്? മുഖത്ത് അയാൾ വെട്ടിയിട്ട് ഇതിങ്ങനെ എനിക്ക് തോന്നുന്ന ആ സ്കള്ള് ശരിക്കും ക്രാക്ക് ആയിട്ടുണ്ടാകും. അവരുടെ ഈ ചീക്ക് ബോണിൻ്റെ അവിടം തൊട്ട് മേളിലോട്ടൊരു കണ്ണിൻ്റെ എന്തായിരിക്കും പെയിന്, എൻ്റെ ദൈവമേ, അവിടെയൊക്കെ നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ ആസ്പത്രി കൊണ്ടുപോകുന്ന ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന് പിന്നെ പത്രത്തിലാണ് കാണുന്നത്. അന്നത്തെ സമയത്ത് ഇങ്ങനത്തെ ഈ ചാനലും കാര്യങ്ങളൊന്നും ഇല്ല. വല്ല ഈ ന്യൂസ് സ്റ്റേറ്റ് ന്യൂസുകളാണ്, ടെലിവിഷൻ ചാനലുകളാണ്, ദൂരദർശൻ മലയാളം, ദൂരദർശൻ ഹിന്ദി, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെഡ്ജ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ആരും വലിച്ചു കയറിയിട്ടില്ല. അതിൻ്റെ ഭർത്താവ് കൂട്ടത്തിലുണ്ട്. ഭയാനകമായിട്ടുള്ള ഒരു മനുഷ്യന് തോന്നി ഇതേ ഒരുത്തി അതിലെ പോണു. അവൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് അറിയത്തില്ല. അവൻ ആരെങ്കിലും വഴി നടക്കുന്നവർ വീട്ടിൽ കത്തി ഉപയോഗിക്കാറുണ്ട്. വഴി നടക്കുന്ന ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നവൻ കത്തി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പ്രിയ മകനെ, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്കത് ദൈവം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നടന്നു കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ കരഞ്ഞും നിലവിളിച്ചും തന്നെയാണ് ഈ കുരിശ് പേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അറിയുന്നത്. കാരണം ഈ സാധനം, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്നെ ആ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ ജോബിൽ 1:11 കാണിച്ചിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവിടുന്ന് ഒരു കക്ഷി അവിടെ ചെന്ന് ചോദിച്ചു, ഇവിടെ ഇത്തിരി പീഡിപ്പിക്കണം, എന്നാൽ നീ പീഡിപ്പിച്ച പ്രാണന് തുടരുതെന്ന് പറഞ്ഞ്. അപ്പോൾ പ്രാണന് തൊടാൻ ഇവിടെയൊക്കെ കയറി വരുന്നുണ്ട് രാത്രിക്കൊക്കെ ആൾക്കാർ. പക്ഷേ ദൈവം എൻ്റെ പ്രാണനെ തൊടാൻ സമ്മതിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അത് നിങ്ങളോടിപ്പോൾ പറയുന്നില്ല, സമയം പോലെ അറിയിച്ചോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് നിങ്ങളൊരു ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് നിങ്ങൾ എയർപ്ലെയിനിലോട്ട് കയറാൻ പോകുന്നുണ്ടെങ്കിൽ, നിനക്ക് സന്തത സഹചരിയായിട്ട് വരുന്നത് ഒന്നേ ഉള്ളൂ, നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ആ പ്രാർത്ഥനയുടെ അരൂപി, ആ പ്രാർത്ഥനയുടെ എനർജിയാണ് നമ്മൾക്ക് ഗൈഡൻസ് തരുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാവൽ മാലാഖയുണ്ട്, അത് സംശയമില്ല. അതുപോലെ തന്നെ നമ്മളെ കൽപ്പിച്ചാക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് ദൈവം കുറേ ആത്മാക്കളെ, അതായത് വിശുദ്ധരെ, അല്ലെങ്കിൽ ആരാണ്, വിശുദ്ധ മിഖായിലിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഇവിടെ ഞാനും സോഫിയും കൂടെ ചേർന്ന ഗ്രൂപ്പിൽ, അദ്ദേഹം പറയണ്ടായി, നിങ്ങളുടെ മുറിയിൽ അസാധാരണമായ വിധം ഒരു രംഗം കാണുന്നതെന്ന് പറഞ്ഞാൽ വിശുദ്ധ മിഖായിലും സെയിൻറ്റ് റാഫേലും ഉണ്ടെന്ന്. അത് വിശുദ്ധ വികാരമുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണെന്നുള്ളതല്ല, നമ്മൾ ഇന്നത് ചെയ്താൽ ഇന്നത് പ്രതിഫലം കിട്ടണം എന്നുള്ളതല്ല, എന്താണെന്ന് എനിക്കറിയാം. കാരണം എനിക്കൊരു ഡിവോഷൻ ഉണ്ട്. ഇപ്പം ഞാൻ വിശുദ്ധ വികാരൻ്റെ ഷൈനിലേറ്റ് ഇവിടുത്തെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അവിടെ 24 hours കുർബാനകളുണ്ട്. ദിവസം 4, 5, 6 കുർബാനയുണ്ട്. പിന്നെ ഏതെങ്കിലും പിൽഗ്രിംസ് അവനവൻ്റെ അച്ഛന്മാരെ വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ട്, മലയാളം ഇതുവരെ കേട്ടിട്ടില്ല, ബാക്കിയുള്ള യൂറോപ്യൻ ലാംഗ്വേജും അമേരിക്ക ട്രൂപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോളണ്ട് എന്നുള്ളത് മിക്കവാറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്ര ഫേമസ് ആണ് സ്ഥലം. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ആ കൂടെ ഒരു വിശുദ്ധ മിഖായിലേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ മിഖായിലാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഫോജിയയിലെ വിശുദ്ധ മിഖായിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ വിശുദ്ധ മിഖായിലിൻ്റെ വളരെ ഒരു എന്താ പറയുന്നത്, പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇത് കുറച്ച് നാൾ, 1.25 വർഷത്തിൽ കൂടുതൽ ഞാൻ ടി വിയിൽ കണ്ടതിൻ്റെ ശേഷമാണ് ഹസ്ബൻഡ് ഒരു ദിവസം എൻ്റെ പിന്നാലെ പിന്നെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതേ വിശുദ്ധ മിഖായിൽ കണ്ട ഇന്നടത്താ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയാൽ കൊള്ളാമല്ലോ, നന്നാ അന്വേഷിക്കുക, തിരക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കി ഞാൻ പോയിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ഡിവോഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങളുടെ പിന്നെ സെയിൻറ്റ് റാഫേൽ, ഞാനങ്ങനെ ഒരു ഹീലിങ്ങിന് വേണ്ടി ഒന്നും ഇതുവരെ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 1-2 പ്രാവശ്യമൊക്കെ. ഞാൻ പ്രാർത്ഥിക്കലില്ല. പക്ഷേ നമ്മൾക്ക്
നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന യാചനയാണ്. വെറും നീ ഒരു പിച്ചക്കാരിയാണ് ദൈവത്തിൻ്റെ മുൻപിൽ. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം എനിക്ക് വിശക്കുന്നേ വിശക്കുന്നേ ഹിന്ദിയിൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ അല്ല ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ റെഡ് ലൈറ്റിൽ നിർത്തുമ്പോഴത്തേക്ക് കൊച്ചങ്ങൾ വരും. എല്ലാത്തിനെയും കണ്ട ഒരുപോലെ ഇരിക്കും. സ്വർണം പോലത്തെ തലമുടിയാണ്, കാരണം ചെമ്പിച്ചിട്ട് ഒരുമാതിരി ഇരിക്കും. എന്നിട്ട് വൃത്തിയില്ലാണ്ട് 3-4 ഒക്കത്തിലും വെച്ചോണ്ട് കുറേ അമ്മമാരും അപ്പന്മാരും, പിന്നെ കാലൊക്കെ മടക്കി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒറ്റക്കല്ല് വരുന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് അങ്ങനത്തെ സംവിധാനം. ഹല്ലേലൂയ. അപ്പൊ ബൂക്ക ഹേ ദേദോന ബൂക്ക ഹേ, അതിന്റെ അർത്ഥം വിശക്കുന്നു താന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരിക്കലും ആകരുത്. നിനക്ക് എന്ത് വേണമെന്ന് 5-ാമത്തെ അധ്യായം പറയുന്നുണ്ടല്ലോ, മത്തായി. അപ്പം നമുക്ക് എന്താണ് സോളമൻ ഈ വഴിയിലിരിക്കുന്ന പുല്ല്, വെറുതെ കാട്ടിൽ മുളയ്ക്കുന്ന പുല്ലിൻ്റെ പൂക്കള് ഇത്രയും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് പറഞ്ഞതിൻ്റെ സോളമൻ്റെ തുന്നി ഉണ്ടാക്കിയ ഏറ്റവും മനോഹരമായ വിലപിടിപ്പുള്ള വസ്ത്രത്തിനേക്കാളും അധികം ആയിട്ട് ഇതിനെ അണിയിച്ചൊരുക്കുന്നു. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നത്, അല്ലെ കരിഞ്ഞു പോകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മൾക്കായിട്ട് കരുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യാചിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ പറഞ്ഞിരുന്നു. നമുക്ക് ചോദിക്കാം, ആവശ്യങ്ങൾ അറിയിക്കാം. അല്ലാണ്ട് പിന്നെ അവിടെ യാചിക്കണ്ട. അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് യാചിക്കാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഭിക്ഷക്കാരല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പിതാവായ ദൈവത്തിൻ്റെ കർത്താവ് ഈശോ മിശിഹായോട് കൂടെ നമ്മൾ കൂട്ടവകാശികളാണ്. ഇത് പറഞ്ഞത് ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എൻ്റെ സിവിൽ സഹോദരന്മാരാണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ സ്ലേവ്സ് അല്ല. അത് ഈശോ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കൂട്ടവകാശികളാണെന്നുള്ളത്. അപ്പം ആ ഒരു ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതിലേറ്റവും പ്രാർത്ഥന അർഹിക്കുന്നത്, നമ്മളുടെ പ്രാർത്ഥനകൾ അർഹിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ ഇത് തന്നെ കണ്ണിക്കാനായിട്ട് വലിയ ആഗ്രഹം കാണും. ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, ചത്തു കഴിഞ്ഞാൽ അതോടെ തീർന്നില്ലേ, അങ്ങനെ പഠിപ്പിക്കുന്ന ഡിനോമിനേഷൻസ് ഉണ്ട്. ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചവരൊക്കെ അവരുടെ പോക്കിന് പോയി, ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ആത്മാവില്ല, ഇനി പിന്നെ 2ാം വരവിന് എഴുന്നേക്കും. എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ ഇപ്പം ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എസ്പെഷ്യലി സെയിൻറ്റ് ബർത്തലോലോങ്ങയുടെ പ്രാർത്ഥനകളും ഒക്കെ പ്രാർത്ഥിക്കുമ്പം ഇപ്പം ഒരാൾ മാത്രമല്ലല്ലോ, ശുദ്ധീകരണ സ്ഥലത്തിരുന്ന ആത്മാക്കൾ കരേറി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അത് അവിടെ ശുദ്ധീകരണ സ്ഥലം ഉള്ളത് കൊണ്ടല്ലേ. ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും അവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതൊരു കാര്യം. അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി. അപ്പം നമ്മൾ വേണം അതിനെ അവരെ സഹായിക്കാൻ എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രിയ സഹോദരരെ, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ അൺഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ പോഷിപ്പിക്കേണ്ടത്, നമ്മളെ പരിപാലിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരേണ്ടത്, നമ്മുടെ കുറവുകളെ നികത്തി തരേണ്ടത് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഏൽപ്പിക്കാതിരുന്നാൽ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് അവിടെ അമ്പലത്തിലെ പള്ളിയിലിരിക്കുന്ന വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, നെടുവീർപ്പും ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ചുറ്റുവട്ടവുമുള്ള ആവശ്യമുള്ള ധാരാളം പേരുണ്ട്. പ്രാർത്ഥന വാക്കുകൾ കൊണ്ട് മാത്രമല്ല. ഞാനിപ്പോൾ കരുണയുടെ അപ്പോസ്തലൻ, ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചതല്ല, എന്നെ തന്നെ എലിവേറ്റ് ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ. ഒരു മാഗസിനകത്ത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കരുണയുടെ അപ്പോസ്തലൻ എന്നും പറഞ്ഞ് ശാലോം ടി വിക്കാരുടെ സൺഡേ സപ്ലിമെൻറ്റിനകത്ത് വന്നിരുന്നതാണ്. ഞാനൊരു സ്ഥലത്ത് നമ്മുടെ ഈ പറഞ്ഞ ആരാണ്, അലോഷ്യസ് കൊളങ്ങര അച്ഛൻ ഇപ്പം ഡെയിലി ഡെലിവറൻസ് എന്നും പറഞ്ഞ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെ ഒരു ടോക്കിന്, അദ്ദേഹം ഈ സെയിൻറ്റ് ആൻ്റണിയുടെ ഡിവോഷൻ എല്ലാ ചൊവ്വാഴ്ചയും നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെയും കൂടെ
അവിടെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് റോമിലേക്ക് വന്ന് തിയോളജി പഠിക്കാൻ വരികയായിരുന്നു. ഇവിടെ നിന്ന് തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം വയനാട്ടിലാണ് ഇരിക്കുന്നത്. വളരെ നല്ല ഡെലിവറൻസ് ശുശ്രൂഷയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറേ നാളായി അച്ഛനോട് സംസാരിച്ചിട്ടില്ല. ഞാനും പുള്ളി കോഴിക്കോട് സെൻറ്റ് ജോസഫ് ഇരുന്നപ്പം പിന്നെ അദ്ദേഹം കരുണയുടെ ജപമാല പ്രചരിപ്പിക്കുന്നുണ്ടായി. എൻ്റെ കയ്യിൽ നിന്നാണ് പറയാൻ എനിക്കൊരു നാണവും ഇല്ല, അഹങ്കാരവും ഇല്ല. ഞാനാണ് ആദ്യമായിട്ട് ഈ കരുണയുടെ പ്രാർത്ഥന ഇത്ര വലിയ ശക്തമാണെന്നുള്ളത് അച്ഛന് മനസ്സിലാക്കി കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ 4 കുർബാനയുണ്ട് ഈ ചൊവ്വാഴ്ചകളിൽ. രാവിലെ 2 അതായത് ഉച്ചയ്ക്ക് മുൻപേ 2 പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 2. അപ്പം അതിലേതോ ഞാൻ കോഴിക്കോടുനിന്ന് ആരാണ്ട് ഒരു ടാക്സിയൊക്കെ ആയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഹാലലുയ 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 ഹാലലുയ. അതാ മലബാർ മാൻഷൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ കാറിൽ എന്നോട് പറഞ്ഞു അവനെ കൊണ്ടുവന്നാക്കുമെന്നും പറഞ്ഞ് അങ്ങനെ എന്നെ ആ കാറിൽ അവരെ കൊണ്ടുവന്ന് ആക്കിയത്. പ്രൈസ് ഡ്രൈവറുമായിട്ട് എന്നെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആക്കി. പിന്നെ ഞാൻ തന്നെത്താനെ തിരിച്ച് കോഴിക്കോട് വന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അച്ഛന് എനിക്ക് തോന്നുന്നു ആ ഒരു ബോധ്യമാണ് അന്ന് കിട്ടിയത്. ഞാൻ ചുമ്മാ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ എന്നെക്കുറിച്ച് എല്ലാവരുടെയും കംപ്ലൈൻ്റ് ഉള്ളത് ഞാനങ്ങ് പറയുകയാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമില്ല. തുണിയും മണിയില്ലാണ്ട് നടക്കുന്ന ജോസ്ബിനെ ശുശ്രൂഷ ക്രൈസ്തവ ഹല്ലേലൂയ. തുണിയും ഇല്ലാത്ത എൻ്റെ മേത്തും പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. ക്രൈസ്തവരോട് അപ്പം അവിടെ നിന്ന് ഞാൻ ടോക്ക് കൊടുത്തു. ഈ മറ്റേ ഇതിനകത്ത് സൺഡേ ഷാലോമിൽ എങ്ങനെ വന്നെന്നുള്ളതിൻ്റെ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോസ്തലൻ ഞാൻ എങ്ങനെയായത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ക്ലാസ് കൊടുത്തപ്പോൾ ഉണ്ട് എനിക്ക് ഇങ്ങനെ മലയാളം പാട്ടുകൾ ഞാൻ പുതിയതായിട്ടുള്ളത് കേൾക്കുന്നത് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നാട്ടിൽ പോകുമ്പം കൊയറുകാരോട് ഞാൻ പറയും കാത്താലകയപ്പ് ശുശ്രൂഷ ഉണ്ടാകും. അപ്പം പള്ളിയിലെ കൊയറുകാർ ആരാന്ന് വെച്ചാൽ പാടാനുണ്ടാവണം. അപ്പം ഇന്ന പാട്ടുകളാണ് ആദ്യമൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അത് പിന്നെ വേറൊരു പ്രാവശ്യം ചെന്നപ്പോഴാണത് ഒന്ന് വിളിച്ചാലോടി എൻ്റെ അരികിലെത്തെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പാട്ട്. പിന്നെ അപ്പോൾ ഓരോന്ന് അപ്പം അങ്ങനെ പാട്ടുകളൊക്കെ പാടി. അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ അവിടെ ടോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് എനിക്ക് ദൈവം ഒരു പാട്ട് തരികയാണ്, പാട്ട് പാടാനായിട്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതെന്തൊരു ഹൃദയമെന്ന്. പിന്നെ ക്ലാസ് പറയാൻ പോണോ ഞാൻ പാട്ട് പാടാൻ പോകുന്നത്. ഞാനൊന്നാമത്തെ പാട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എനിക്ക് ഈ ഫീൽ ഗുഡ് ആറ്റിറ്റ്യൂഡിനോട് വലിയൊരു താല്പര്യമില്ല. നമ്മൾ പോവുക, ക്ലാസ് പറയുക, ഇങ്ങോട്ട് തിരിച്ചു വരിക. അല്ലാണ്ട് അവിടെ കൈ കൊട്ടിക്കാനും തുള്ളിക്കാനും ഒന്നും എനിക്ക് ആരോടും താല്പര്യമില്ല, ചെയ്തിട്ടുമില്ല, അതെൻ്റെ രീതിയല്ല. അപ്പോൾ പിന്നെ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തിൽ ഈശോയെ കാണുന്നെന്നും പറഞ്ഞ പാട്ട് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഈശോയെ കാണുന്നെന്ന് മുറിവേറ്റ ഹൃദയം എന്തോ ഒരു പാട്ട്, അതിൻ്റെ ഈരടി എനിക്ക് ദൈവം പറഞ്ഞു തന്നു. എന്നിട്ട് 2-3 പ്രാവശ്യം ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തിനാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ അടുത്ത വശത്ത് ഞാൻ പുൾപ്പറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഈശോ എഴുന്നള്ളി ഇരിക്കുന്നുണ്ട് അരളിക്കയിൽ. ഞാൻ അങ്ങോട്ട് നോക്കാൻ എനിക്ക് ആകെ ഒരു ഭയം, ഈ കിട്ടിയ ഒരു വാക്ക് പ്രാർത്ഥന പാട്ട് എന്താണെന്ന്. അപ്പം ഞാനത് വിളിച്ച് ചോദിച്ചു. അത് എൻ്റെ ഹൃദയം 2ആയിട്ട് പിളർന്നു എന്നുള്ള ഒരു വാക്ക് വരുന്ന ഒരു മീനിങ് ഉള്ള ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞ് മുറിയപ്പെട്ട ഈശോയെ ഈ തിരുവോസ്തിയിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. അതായത് മുറിഞ്ഞ ഹൃദയം. അതിൻ്റെ പാട്ടിപ്പോൾ കിട്ടുന്നില്ല, അത് പോട്ടെ. അത് ഇനി എപ്പോഴേലും നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. അപ്പം പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്നു. ഞാൻ ചോദിച്ചു എന്താ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തിരുഹൃദയമായിട്ടിരിക്കുന്നുണ്ട് അരളിക്ക. എന്നിട്ട് അത് നടുവെ പിളർന്നിരിക്കുകയാണ്. അപ്പമാണു ഞാൻ ദിവ്യകാരുണ്യമീ ബലിവേദിയിൽ നിങ്ങൾക്കായി മോദിയും അപ്പമാണു ഞാൻ. ഈ 2 വാക്കാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, എന്നെ ഓർപ്പിച്ച് തന്നതിന് നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കായി മോറിയും
അല്പമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല ഒളികണ്ണിട്ട് ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ട് ഈശോ അവിടെ അങ്ങനെ അരളിക്കയില്. എന്നിട്ട് ഇവള് പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിന്ന ആള് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഈ മുറിയപ്പെട്ട ഹൃദയം രണ്ടായിട്ട് മുറിഞ്ഞ് ഇങ്ങനെ രക്തം ഒഴുകുന്നതായിട്ട് ഈ അരളിക്കയില് കാണുന്നുണ്ടെന്ന്. ഞാനൊരു 3-4 നമുക്കറിയാമല്ലോ, ചെറിയൊരു പള്ളിയാണ്. ഇപ്പൊ പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞ മുസ്ലിം സെന്റേഴ്സ് ആണ് അവിടെയൊക്കെ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതായാലും അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, ചെറിയൊരു പള്ളിയാണ്. പള്ളിക്ക് മുൻവശം ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മഴയൊന്നും കൊള്ളാണ്ടിരിക്കാനായിട്ട് പള്ളിയുടെ മുൻവശത്ത് വരാന്ത പോലെ അങ്ങോട്ട് കുറച്ച് ഇറക്കി അങ്ങോട്ട് പണിതിട്ടിട്ടുണ്ട്. കെട്ടിടത്തിന്റെ കതകടയ്ക്കുന്നത് ഒരു ഭാഗം, അത് കഴിഞ്ഞിട്ട് വെറുതെ അവിടെ ബെഞ്ചുകളൊക്കെ ഇട്ട് ഈ അച്ഛന്റെ പ്രോഗ്രാമത്തിന്റെ ദിവസം നിറയെ ആൾക്കാർ വരും. ഹല്ലേലൂയ. അവസാനം ഞാൻ ടോക്കൺ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കോഴിക്കോടിന് വരണം. അപ്പോഴത്തേക്ക് കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഉണ്ട് പിന്നെ ഈ മുറിഞ്ഞ തിരുവോസ്തി കണ്ട വ്യക്തി എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, മുൻവശത്ത് ആ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, സാനവാതിലിന് തൊട്ട് മുൻവശത്തുള്ള ആ സ്ഥലം, ആൾക്കാർക്ക് പള്ളി കയറാതെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ബെഞ്ചിൽ ഒരപ്പാപ്പൻ ഇരിക്കുന്നുണ്ടായി. അവൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇതെൻ്റെ അപ്പനാണ്, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ലൊരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് എന്താ കുഴപ്പമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ നല്ലതായിട്ടിരിക്കുന്നു, ഇതെൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നടക്കാൻ മേലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം എന്ത്? എൻ്റെ മനസ്സിലെ ചിന്തയാണ്, അതിനിപ്പോൾ എന്ത് നടക്കാൻ വയ്യെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കയ്യെ പിടിച്ചോ നടന്നോന്നും പറഞ്ഞ് ഞാൻ ആ മുൻവശത്ത് കെട്ടിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, വരാന്തയെന്നല്ല, എന്താ പള്ളിയുടെ മുൻവശം, അത് തൂണൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് എഴുന്നേറ്റാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ കൈമുട്ടിൻ്റെ അവിടുന്ന് വരെയുള്ള സ്ഥലത്ത് ഇയാൾ കയറി പിടിച്ചു. എന്നിട്ട് നടക്കാൻ പറഞ്ഞു, നടന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തു എഴുന്നേക്കാനായിട്ട്. ഒന്നുമില്ല, ചുരുക്കം പറഞ്ഞാൽ 12 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു വ്യക്തിയായിരുന്നു. അവര് കൊണ്ടുവന്ന് അവിടെ കുത്തിയിരുത്തിയിരിക്കുക ഇയാളെ. മനസ്സിലായി? ഇതുവെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും പോകത്തില്ല. എൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോയി പോകുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നില്ല, അന്ന് എനിക്ക് ചിരിയൊന്നും വന്നു. നമ്മളവിടുന്ന് തടി തപ്പാനെ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തേക്ക് അച്ഛൻ ഉടുപ്പൊക്കെ മാറ്റി വേറെ സാക്രിസ്റ്റിയുടെ അവിടുന്ന് പോയി പുറകെ തന്നെ മേടയിലാണ് അച്ഛൻ താമസിക്കുന്നത്. എല്ലാരും കൂടെ ദേ ഓടി വരുന്നു, അച്ഛനും ഓടി വരുന്നു. എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ കക്ഷി ഒരു ഹിന്ദു ആണെന്ന് താനും. ചൊവ്വാഴ്ചകളിലാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളത്. സെന്റ് ആന്റണിയുടെ ദിവസമാണ് അച്ഛൻ അവിടെ നടത്തുന്ന പ്രോഗ്രാമിൽ ഇവള് കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഹിന്ദുക്കളാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരുടെ വിശ്വാസം, നമ്മളെപ്പോലുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, വാ കാപ്പി പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ സാക്രിസ്റ്റിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ മേടയിൽ റെഫക്ടറിയിലോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബോബൻ കൊക്കപ്പുഴ. ആ മാഗസിൻ നമ്മുടെ കയ്യിലുണ്ട്. ബോബൻ കൊക്കപ്പുഴ. ഞാൻ പറഞ്ഞു, കൗൺസിലിങ്ങിനാണ്, എനിക്കിപ്പോൾ നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുന്നൊക്കെ അയാളോട് പറയുന്നുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ കൗൺസിലിങ്ങിനല്ല മാഡം, ഞാനൊരു ഷാലോൺ ടിവിയുടെ പിന്നെ എന്താ ഇതിന് പറയുന്നത്, ഇങ്ങനെ ഈ മാറ്റേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. ഫോട്ടോയൊക്കെ എടുക്കും. അങ്ങനെ ആണ് എൻ്റെ ഫോട്ടോ ഞാൻ ഒരെണ്ണം കൊടുത്തിരുന്നു. അത് ഇന്നലെ ലാലി എടുത്തിട്ട ആ ഫോട്ടോയുടെ ഞാൻ മാത്രമേ ഉള്ളത്. പിതാവിനെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് അദ്ദേഹം. അത് വേറൊരു ദിവസം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോളണ്ടിൽ, ക്രാക്കോയിൽ. അപ്പം അവര് മാഗസിൻ സൺഡേ സപ്ലിമെന്റിൽ വന്നപ്പോഴാണ് ദൈവകരുണയുടെ അപ്പോസ്തലൻ എന്നും പറഞ്ഞ് ഡീസൻ്റ് ആയിട്ട് ഒരു നടുക്ക് ഫോട്ടോയും 3-4 കോളമായിട്ട് കൊടുത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ മക്കളെ, നമ്മൾ അവരുടെ വിശ്വാസം എനിക്ക് ഭയങ്കര ഒരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറയാം, 12 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ജനമിളകി ഞാൻ പോകുന്നതിന് മുന്നേ കാറിനകത്ത് എന്നെ ആൾക്കാർ ഉന്തിക്കയറ്റി അതിനകത്തൊരു തളർന്നു കിടക്കുന്ന കൊച്ചിനെയൊക്കെ, പിന്നെ എന്തായാലും നമുക്കറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ന്യൂസ് കേട്ടിട്ടുണ്ട്, കാരണം ഇയാൾ തളർന്നു കിടക്കാന്ന് ആ ഏറിയ ലൊക്കേഷനിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പം അത് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് എല്ലാവരും 4 ഭാഗത്തും പറഞ്ഞ് എല്ലാവരും കൂടെ സുഖമില്ലാത്തവരെല്ലാം എടുത്തുകൊണ്ട് വന്നു. കാറിലും അവിടെ ഇവിടെയൊക്കെ കിടപ്പ് രോഗികളെ എല്ലാം കൂടെ കൊണ്ടുവന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആർക്കാണെന്ന് ഇപ്പം മനസ്സിലായി. നമ്മുടെ
ചുറ്റുവട്ടവുമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, നിങ്ങളുടെ മകള്, പെൺകുട്ടികള് നടന്നു പോകുന്ന വഴിക്ക് ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി, അയൽപക്കക്കാർക്ക് വേണ്ടി, നിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നിന്റെ കവലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ, അങ്ങപ്പുറം ഇങ്ങപ്പുറം താമസിക്കുന്ന കുറേ എണ്ണം പിന്നാലെ കൂടും, നമ്മുടെ മക്കളുടെ പിന്നാലെ. പിന്നെ പ്രശ്നങ്ങളാകും, അതാകും ഇതാകും. നിങ്ങൾക്കറിയാം ഏതെല്ലാം രീതിയിൽ അത് ചെന്ന് അവസാനിക്കുക. കാരണം ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ് അയൽപക്കക്കാർ കുട്ടികളുടെ കയ്യിൽ നിന്ന് മറ്റ് പെൺകുട്ടികൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ, പിന്നെ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. നമ്മളിപ്പം വലിയ പ്രാർത്ഥന അങ്ങ് പിന്നെ പള്ളിയിൽ പോയി തുള്ളി ചാടി കൈയടിച്ചു, കൈ പൊക്കി അടിക്കാനാ ചിലരൊക്കെ ആൾക്കാരെ എന്ന് പറയുന്നത്. ഈ പൊക്കി അടിക്കണത് വെറുതെ താഴ്ത്തിട്ട് അടിച്ചാലും തമ്പുരാൻ കേൾക്കും. ആ സന്തോഷം തന്നെയായിരിക്കും പൊക്കി അടിക്കുമ്പോൾ. ഇതൊക്കെ എന്തിനാന്ന് അറിയത്തില്ല, അവിടെ ഇരുന്ന ആൾക്കാർ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയണത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അങ്ങനെ പറഞ്ഞ അപ്പൊ എന്താണ്, കുറെ ആൾക്കാർക്ക് ആരുമില്ല കൂട്ടത്തിൽ ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ, അവരെ ഒന്ന് സ്വാന്തനപ്പെടുത്താൻ. അവര് നാൽക്കവലകളിലുള്ള പീടികകളുടെ തിണ്ണയിൽ ഇരിക്കുന്നത് കാണാം, ഫുട്പാത്തിൽ ഇരിക്കുന്നത് കാണാം. അവരോട് ചേർന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ വിശന്നു, ഞാൻ ദാഹിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ ഏകനായിരുന്നു, എനിക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ആ ഹാ ഹാ അതാണ്. അപ്പം അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈശോയോട് കൂടെ ചേർന്നിട്ടാണ്, ഐ മീൻ ഈശോ നമ്മളോട് കൂടെ ചേർന്ന് അവരിൽ ഒരാളാകുന്നത് നമുക്ക് കാണാം. നമ്മൾ അവരിൽ ഒരാളാകുന്നതുണ്ടാവും. അവർ നമ്മളിൽ ഒരാളായി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ എന്താ പറയുക, കൈ കഴിഞ്ഞ് അങ്ങോട്ട് സഹായിക്കുകയൊന്നും വേണ്ട. എന്തേലും 10 രൂപ കൊടുക്കണമെങ്കിൽ കൊടുത്തു, അത് കുഴപ്പമില്ല. പക്ഷെ അതല്ല പ്രാധാന്യം. പ്രാർത്ഥിക്കുമ്പോൾ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം അവരൊരു കള്ളും കുടിച്ച്, ഇന്നാള് ചേച്ചി പറഞ്ഞ കണക്ക്, ജോൺസൺ പറഞ്ഞ കണക്ക്, $2 കൊടുത്തപ്പോൾ അവനവിടെ കൊണ്ടുവന്ന് നേരെ മുന്നത്തെ കടയിൽ നിന്ന് അവൻ വലിച്ച് ഇവന്റെ മുഖത്തോട്ട് പിന്നെ പുകയിട്ടത്, ഇട്ടെന്നല്ല ഞാൻ പറയണേ, അതാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ, അവന് പുകയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കണ്ടല്ലോ. എന്നാ നീ പിടിച്ചോ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യാം. അങ്ങനെയുള്ളതല്ല, അർഹതപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കൊടുത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പക്ഷേ അതിലേറ്റവും പ്രാധാന്യം പ്രാർത്ഥന. കാരണം ഒരു 10 പൈസ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അത് അവരുടെ എന്തെങ്കിലും ഒരു ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വ്യക്തിയിലും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ചോര ചിന്തി വീണ്ടെടുത്ത ഒരു ആത്മാവാണ് അതിനകത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ആരാ ഇരിക്കുന്നത്? ഈശോ. ഓരോ തുള്ളി ഈശോയുടെ രക്തവും, ഓരോ തുള്ളിയുടെ ഒരു 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 പാർട്ടിക്കിൾ, ഒരു ലേശമെങ്കിലും ഓരോ ആത്മാവിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതിനൊപ്പം മാനസാന്തരത്തിന്, ഇപ്പൊ ഫൗസ്റ്റിനമ്മയുടെ ഇടയ്ക്ക് ഈശോ പറഞ്ഞൊക്കെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, മാനസാന്തരം നടക്കാതെ പോകുന്ന എന്താണ്, പലരും മാനസാന്തരം നടക്കാതെ പോകുന്ന പിന്നീട് പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടാണ്. ഈയിടെ എൻ്റെ ഇവിടുത്തെ ഒരു കൂട്ടുകാരി പറയായിരുന്നു, ഈ എൻ്റെ മകള്, നിന്നെ മാതിരിയുള്ള പ്രാർത്ഥിക്കുന്ന അമ്മയുള്ളത് അവളുടെ ഭാഗ്യമാണെന്ന്. അവളത് മനസ്സിലാക്കുന്നില്ല. അവള് എന്താണ്, അത് അവളുടെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവൾ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും ദൈവം മനസ്സിലാക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മള് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സഹായിക്കുക, കൂട്ടു നടക്കുക, നമ്മൾ എന്തെങ്കിലും ഒന്നും വേണ്ട. നമ്മൾ ഒന്ന് അയൽവക്കത്തിരിക്കുന്ന ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആ സ്ത്രീയോടൊന്ന് ചിരിച്ചാൽ ഏത് ക്രൂര മനോഭാവത്തിലിരിക്കുന്ന ഒരാളാണ് ചിരിക്കും. കാരണം നീ ആയിരിക്കും ആദ്യമായിട്ട് അന്നത്തെ ദിവസം ഭർത്താവ്, നീ ഇതേ അങ്ങപ്പുറത്തെ റോസമ്മേനെ പോലെ അല്ല, നീ അവിടത്തെ കറി വെക്കുന്ന ആളിന്റെ അല്ല, അവിടെ കറി എന്ത് രസമാണ്, ഇവിടെ അച്ചാർ എന്ത് രസമാണെന്നും പറഞ്ഞ് അങ്ങനെ പീഡിപ്പിക്കുന്ന ഭർത്താവിന്റെ വാക്കും കേട്ടുകൊണ്ട് വന്നിട്ട് അടുത്തിരിക്കുന്ന ഒരാൾക്ക് ചിരിക്കാൻ പറ്റില്ല. അപ്പോഴായിരിക്കും നമ്മൾ അങ്ങോട്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ അടുത്തുള്ളതുകൊണ്ട് നമ്മൾ അവരെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു വലിയ സന്തോഷമാണ് കൊടുക്കുന്നത്. എന്നെ നോക്കിയിട്ട് ഒരാളെങ്കിലും ചിരിക്കാനുണ്ടായല്ലോ. അല്ലെങ്കിൽ ഞാൻ ഭർത്താവ് പറയുന്ന കണക്ക് അത്രയ്ക്ക് പിന്നെ വിരൂപയൊന്നും അല്ല എന്നൊക്കെയുള്ള ചിന്തകള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നീ മുടിഞ്ഞു പോവുകയുള്ളൂ, നീ പോകുന്ന വഴിക്ക് നിന്റെ തലയിൽ ഇടുത്തി വീഴും, നീ പോകുന്ന വഴിക്ക് നിന്റെ മേത്ത് ബസ് തട്ടി നീ റോഡിൽ ചത്ത് കിടക്കും. ഒരാൾ എന്നോട് പറഞ്ഞ, വലിയ പ്രാർത്ഥനക്കാരാ, ഭാര്യയും ഭർത്താവും കണ്ടമാനം പ്രാർത്ഥനക്കാരും ഫിലന്ത്രോപ്പിസ്റ്റും ഒക്കെയാണ്. ഒരാൾ എന്നോട് പറയാം, ജോസ്ഫിനെ ഒരു കാര്യം പറയണം. എന്നാലും ഇവിടെ ഒരു പാർട്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞ,
ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഇയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞാൻ എന്തേരം പ്രാഗിയെന്ന് ചോദിച്ചാൽ സൈറൺ കേൾക്കുന്നു, ആംബുലൻസിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോന്ന്, അല്ലെ പോലീസ് വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആത്മാവ് ആരാണ്? നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ. കാരണം അവരുടെ മാനസാന്തരം. അപ്പം അത് കർത്താവ് ഈ സൈൻ ഫൗസനിക്ക് കൊടുത്തത് പറയുന്നത്, അങ്ങനെ ഒരു പ്രാർത്ഥന, ആത്മാക്കളുടെ കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ഞാനത് കേൾക്കും, ഉത്തരമരുളും, ഞാനത് നിരസിക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? 70 പ്രാവശ്യം ക്ഷമിക്കുന്ന കണക്ക്. അത് മാനസാന്തരം നടക്കുന്നത് വരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നടന്നു കഴിഞ്ഞാൽ അത് സസ്റ്റനൻസിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. കാര്യം ഇത്രയേ ഉള്ളൂ, എപ്പോഴും പ്രാർത്ഥിച്ചാണ്. 24 അവേഴ്സ് പ്രാർത്ഥിച്ചാണ്. അതിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരാൾ പരിക്ക് എന്നോട് ചോദിച്ചു, ജോസ്ഫിന എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുമെന്ന്. ഞാനിവിടെ മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് നേരം വെളുത്തപ്പോഴത്തേനും ഒരു 6-7 കുർബാന കണ്ടു. മണിക്കൂറല്ല പ്രാർത്ഥന. ഈശോയെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ, നന്ദി ഈശോയെ. ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈശോയെ ഞാൻ എൻ്റെ പുറത്തേക്ക് പോവാണേ, കൂടെ വരണേ ഈശോയെ. ഈശോയെ ഞാൻ എൻ്റെ വീട് പൂട്ടുകയാണ്, വീട്ടിലിരിക്കണേ ഈശോയെ. ഹല്ലേലൂയ. അല്ല ഞാൻ ബസ്സിൽ കയറുകയാണ്. ഇത് അല്ലവേ പ്ലെയിനിൽ കയറുമ്പോൾ മെയിനായിട്ടും ഞാൻ പ്ലെയിനിൽ കയറി ഞാൻ ഉടനെ തന്നെ ഞാൻ സീറ്റ് ബുക്ക് ചെയ്യാമല്ലോ ഇപ്പം നമുക്ക്. അപ്പം ഞാൻ സൈഡ് സീറ്റ് എടുക്കും. കാരണം എനിക്കിരുന്ന് ഉറങ്ങണം. എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ പോകാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ സൈഡ് സീറ്റിൽ അവിടെ കിടന്ന് ചാരി വെച്ച് ഉറങ്ങും. അപ്പോൾ ഞാൻ പറയണേ, ഈശോയെ ഈ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് അങ്ങ് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് എന്നെ ഡെസ്റ്റിനേഷനിൽ ഒരു കുഴപ്പം കൊണ്ടാണ്ട് ഞാൻ ഇതിനകത്ത് ഇത്രയും പേരുണ്ട്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നാക്കണം. ഒരിക്കൽ പോലും ഞാൻ കയറി എത്രമാത്രം യാത്ര ചെയ്തിട്ട് എത്രയെല്ലാം രാജ്യങ്ങളിൽ പോയിട്ട് ഒരിക്കൽ പോലും ഒരു ഫ്ലൈറ്റ് 1 മണിക്കൂർ പോലും ഡിലേ ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ 2019 ഞാൻ അവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിക്ക് പോയ സമയത്ത് ഓവർ നൈറ്റ് ഞങ്ങളെ കൊണ്ടുവന്ന് ഒരു ഹോളിഡേ ഇൻ ഹോട്ടലിലാക്കിയായിരുന്നു. അത് ഈ എയർ ഇന്ത്യക്കാരുടെ പരിപാടി അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ ആയുസ്സിൽ ഒരു സംഭവം നടന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്കറിയാവുന്ന കുറേ പാപികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകളെ അറിയാം. അത് മാനസാന്തരമാണ് ആവശ്യം, കൺവേർഷനാണ് ആവശ്യം, ഈശോയിലോട്ടുള്ള മടങ്ങി വരവാണ്. ഇവർ 2 പേരും പുള്ളിയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ ഫോട്ടോ അല്ല ഹോളി കമ്മ്യൂണിയൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. നല്ല സുന്ദരക്കുട്ടപ്പനായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം മാനസാന്തരത്തിന് നിങ്ങൾ ഒരു ആത്മാവിനെ തിരഞ്ഞെടുക്കുക. അതാരായിക്കോട്ടെ, കാറ്റഗറി പറഞ്ഞാൽ മതി. ഒരു വ്യക്തി എന്നുള്ളതല്ല. കള്ളുകുടിയന്മാർ, കഞ്ചാവ് അടിക്കുന്നവർ, സെക്സ് അഡിക്റ്റ്, പെഡോഫിൽസ്, അല്ലെങ്കിൽ പിന്നെ ആരാ പറയാ, നിങ്ങൾ തീരുമാനിച്ച് വെച്ചാൽ മതി. ഹല്ലേലൂയ. അനുസരണക്കേടുള്ള കുട്ടികൾ, ഈ ഹോമോസെക്ഷൽസ്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ഒരു മാസം ഒരു കാറ്റഗറി ആൾക്കാരെ എടുക്കുക. ഒരു മാസം ഒരു കാറ്റഗറി ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ത്യാഗം, ആശയടക്കം, ഒരു കാപ്പി വേണ്ടാന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കട്ടൻ കാപ്പിയുണ്ട്. പിന്നെ എൻ്റെ വല്യപ്പൻ്റെ പെങ്ങൾ പറയായിരുന്നു ഈത്ത കാപ്പിയാണ്. ഹല്ലേലൂയ. കട്ടൻ കാപ്പിയുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാപ്പിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ കട്ടൻ കാപ്പി ഒന്നും വേണ്ടെന്ന് വെച്ചാൽ അതും വലിയൊരു ആശയടക്കമാണ്. കാരണം നമുക്ക് കാപ്പിയാണെന്ന്, കാപ്പിയുടെ വിലയും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനെ ദൂരീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാവം എൻ്റെ പരിശുദ്ധമ്മേ, ഞാനിന്ന് അങ്ങയെക്കുറിച്ച് സംസാരിക്കാൻ വന്നത് ഇത് അവിടെ ഒന്നും നിന്നില്ല, എന്നോട് ക്ഷമിച്ചോണം. ഞാനിപ്പോൾ എൻ്റെ മാതാവിനെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ മനസ്സുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഈ വർഷം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, അടുത്ത മാസം തുടങ്ങി നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കാറ്റഗറിയിലെ ആൾക്കാർ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാറ്റഗറിയിലെ ആൾക്കാർക്ക് പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ഇതിലുള്ള ആൾക്കാർ, അവരതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഇപ്പം ചാത്താൻ സേവയിൽ വരുന്ന, ബ്ലാക്ക് മാസിൽ പോകുന്ന ആൾക്കാർ, ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് കുഴപ്പം? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണേലും നമ്മളിപ്പോൾ എൻ്റെ മരണം എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാനിരിക്കുന്നത്. പക്ഷേ മരിക്കുകയാണെങ്കിൽ എന്നാണേലും മരിക്കും. ഇപ്പം ഇതൊന്നും ഇനിയിപ്പോൾ എന്നെ ചവിട്ടാൻ കൊല്ലാൻ വന്നില്ലെങ്കിലും വണ്ടിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അപകടം ഉണ്ടായി മരിക്കാമല്ലോ. അത് ദൈവത്തിൻ്റെ കയ്യിലുള്ളൊരു കാര്യം മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം. അടുത്ത നമുക്ക് വലിയൊരു ഇൻ്റർനാഷണൽ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ വീടിനകത്തിരുന്ന് നമുക്ക് ചെയ്യാം.
കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം. ഇതാണ് എനിക്കിന്ന് നിങ്ങളോടുള്ള അഭ്യർത്ഥനയുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അപ്പം സോഫി ഔസേപ്പ് പറഞ്ഞു, എന്താ ചെയ്യുന്നത്, എന്താണ്, എങ്ങനെയാണ്? ആമേൻ. നല്ലൊരു ബോധ്യം കിട്ടിയ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്കുള്ള ദാഹം വേണം നമുക്ക്. പല വിധത്തിലുള്ള ആത്മാക്കൾക്കുള്ള ദാഹം എപ്പോഴും മനസ്സിലാവണം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല, മറ്റുള്ളവരും കൂടി നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പൊ ഇനിയുള്ള കാലങ്ങള് ഓരോ സിസ്റ്റർ പറഞ്ഞ പോലെ ഓരോ വെറൈറ്റി ഓരോ ഭാഗം തിരഞ്ഞെടുത്തിട്ട് ആ ഭാഗത്തും എല്ലാവർക്കും വേണ്ടിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാവിനെ രക്ഷിക്കാനുള്ള ദാഹം എപ്പോഴും മനസ്സിലുണ്ടാവണം. അതാണ് കർത്താവിന്റെ ദാഹം അതായിരുന്നല്ലോ. എനിക്ക് ദാഹിക്കുന്ന കഞ്ഞി കുടിക്കാനൊന്നും അല്ല ദാഹിച്ചത്, ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാലോ. മോനിക്ക് പുണ്യവെളുത്തി എത്ര കൊല്ലം, 37 വർഷം, ഒരാത്മാവിന് വേണ്ടിട്ട്. അതുപോലെ തന്നെ നമ്മളും അവരെ മാനസാന്തരം വരെ ഇവിടെ മരണം വരെ അങ്ങനെ ഒരു ഇത് പ്രേക്ഷിത പോലെ നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് എന്നത്തെ ദിവസം. ഹല്ലേലൂയ. അല്ലേ? ആത്മാക്കളെ നേടാൻ വേണ്ടിയാണല്ലോ വിഷയം വഹിച്ചത്. എപ്പോഴും ആത്മാക്കളുടെ രക്ഷയാണ് ആഗ്രഹിക്കുന്നതും. അപ്പൊ നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, കൂടുതലും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് സഹനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ത്യാഗങ്ങളിട്ടും അങ്ങനെയൊക്കെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നേടാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയുള്ള കൃപ എന്തായിട്ട് ഈശോയായിട്ട്. ആമേൻ. മേഴ്സി കേൾക്കുന്നുണ്ടായോ? വല്ലതും വന്നായിരുന്നോ? മേഴ്സി ജോലിയിലായിരിക്കും, പാവം. അത് പോട്ടെ. സിജി, മേഴ്സി പറയുകയാണോ? പറയാൻ പറ്റും, പറഞ്ഞു. ഓക്കെ. അതെ സിസ്റ്റർ പറഞ്ഞ പോലെ ഒത്തിരി ബോധ്യം കിട്ടി. നമ്മുടെ സ്വന്തം ആവശ്യത്തിനേക്കാളേറെ നമ്മള് പാപികളുടെ മാനസാന്തരം പല കാറ്റഗറിപ്പെട്ട എല്ലാ ആൾക്കാർക്കും പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മാക്കളെ നേടാൻ വേണ്ടി യേശുവിന് അതാണ് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു അപ്പൊ നമ്മൾ ദൈവത്തെയാണ് സന്തോഷിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഈശോയ്ക്കാണ് സന്തോഷം കൊടുക്കുന്നത്, സമാശ്വാസിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈശോയുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് ഒരു ഇച്ചിരിയെങ്കിലും റെസ്പൈറ്റ് കൊടുക്കാൻ പറ്റും, അല്ലേ? അങ്ങനെയാണോ തോന്നിയത്? ആശ്വാസം കൊടുക്കാനായിട്ട്. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, ബൈ. സിജി, നല്ലൊരു ബോധ്യമാണെന്ന് കിട്ടിയത്. നമ്മള് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ബൈബിളിൽ പറയണ പോലെ വയലിലെ ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള വയലിലെ ലില്ലിയെ ഈശോ പരിപോഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെ അത്ര അധികമായിട്ട് പരിപോഷിപ്പിക്കുകയില്ല എന്ന് പറയണ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടുതലായിട്ടും അവരുടെ ആത്മാവിനെ നേടുക. അതെ, ആത്മാവിനെ നേടുക, ആ വാക്കാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അതൊരു അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. ഹല്ലേലൂയ. ആത്മാവിനെ നേടുക, ദൈവത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ലാലി, പാപികളോട് എപ്പോഴും കരുണയുള്ളവനാണല്ലോ കർത്താവ്. അപ്പൊ ആ കർത്താവിന്റെ കരുണയിലേക്ക് നമ്മളെപ്പോഴും ചുറ്റുപാടും കാണുന്ന പാപികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാതെ നിരന്തരം പ്രാർത്ഥിക്കാം. ഇപ്പൊ നാട്യംപറമ്പിലച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇപ്പം സിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ ഈ നമ്മുടെ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് കട്ട് രൂപം എന്നുള്ള രീതിയിൽ നാട്യംപറമ്പിലച്ഛൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ദേശത്ത് ഇപ്പം 5.5 കോടി ജനങ്ങള്, അല്ല ഇപ്പൊ ഞാൻ പറയുമ്പോ എങ്ങനെയാ പറയണത്, 5.5 കോടി ജനങ്ങള് ഈശോയുടെ രക്തത്താൽ, ഇപ്പൊ നമ്മുടെ ന്യൂസിലൻഡിലുള്ളത് രക്തക്കടലിൽ മുട്ടണമേ, വിശുദ്ധം കൊണ്ട് നടക്കണമേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ വർഷിക്കണമേ, യേശുവിന് പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, യേശുവിന്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും പല കാറ്റഗറിയും കാണുമ്പോ അങ്ങനെ ഓരോ വയസ്സ് വെച്ചിട്ട് അച്ഛൻ പറയൂലോ. ഇപ്പൊ നമുക്കൊരു കാര്യം, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് 50 വയസ്സാണെങ്കിൽ അപ്പൊ 50 കോടി ജനങ്ങളിൽ കടൽ മുക്കണമേ. അങ്ങനെ അത് ഒരു ഷോർട്ട് കട്ടോ ചെറിയ പ്രാർത്ഥനയാണെന്ന് ഒരു വലിയൊരു പ്രാർത്ഥനയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ മീനിങ് ഫുൾ ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിന്റെ ഇച്ഛയോടുകൂടെയാണ് നമ്മൾ, ദൈവം വന്നിരിക്കുന്നത് സൽവേഷണൽ ആക്ടിവിറ്റിയാണ്, രക്ഷാകര പദ്ധതിയാണ്. അപ്പം
ആ രക്ഷാകര പദ്ധതിയുമായിട്ട് നമ്മളും ഒത്തുചേർന്ന് പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ലാണ്ട് കഞ്ഞി തായോ, ചോറ് തായോ, പുതിയ സാരി തായോ, പുതിയ ഷൂസ് തായോ എന്ന് പറയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ഇപ്പം സിജി പറഞ്ഞ കണക്ക് അത് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ പരിപോഷിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കുരുവികൾ, വയലിലെ കുരുവികളെ ഞാൻ പോറ്റുന്നുണ്ട്. അതിനേക്കാളും നിങ്ങൾ വലിയവരല്ലേ എന്നുള്ളതാണ്. ഹല്ലേലൂയ. സുജ കേട്ടിരുന്നോ വല്ലതും? കുറച്ച് കേട്ടായിരുന്നു. ഉം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ബോധ്യം. നേരത്തെ ഞാനിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ എന്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഗ്രൂപ്പിൽ വന്നേ പിന്നെ എനിക്ക് കുറച്ചും കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആരോരും എന്റെ ഏതെങ്കിലും പ്രാർത്ഥനയെ ചൊല്ലിക്കഴിഞ്ഞാൽ ആരോരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടി, മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അന്നേരം എന്റെ മനസ്സിൽ വരും. കുഞ്ഞുങ്ങളാണെങ്കിൽ അംഗവൈകല്യമുള്ളവരും ഇങ്ങനെ കോട്ടിസംബുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു ബോധ്യം ഇപ്പം ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആഴത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സിസ്റ്റർ ഇതിനു മുമ്പ് ഒരു ടോക്ക് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വന്നപ്പോഴ് ഞാനത് എപ്പോഴും ഏതെങ്കിലും ഒരു ജവമാനം ഇല്ലേ പോലും ഞാനത് എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സുജയുടെ പ്രാർത്ഥനയ്ക്ക് മോക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് സിജിക്ക് കിട്ടിയ സന്ദേശമൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് നന്ദി. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഗ്ലാഡിസ് പറഞ്ഞോളൂ. ഇന്ന് നല്ലൊരു ബോധ്യമാണ് കിട്ടിയത്. എന്താന്ന് വെച്ചാല് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ശരിയാ, ഈശോയുടെ തിരുരക്തത്താല് നമ്മളെ വീണ്ടെടുത്തതാണ്. തിരുരക്തം ചീന്തി വീണ്ടെടുത്ത ആത്മാക്കൾക്ക് വീണ്ടും അവര് തെറ്റിലോട്ട് പോകുമ്പോൾ അതുകൊണ്ടാണ് ചൈതന്യം, ദൈവിക ചൈതന്യം നഷ്ടപ്പെടുന്നു. അതിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിർബന്ധമാണ്. എന്താന്ന് വെച്ചാൽ ഈശോയുടെ തിരക്തം കൊണ്ട് വീണ്ടെടുത്ത ആത്മാക്കളാണ്. അതെ അതെ അതെ, നല്ലൊരു ബോധ്യമാണ് അത്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതെ, അതിനകത്ത് ആ വ്യക്തിയിൽ ഇരിക്കുന്ന അവര് ഭാവിയായിരിക്കും, വികൃതപ്പെട്ട ആത്മാവായിരിക്കും ഉള്ളത്. പക്ഷെ അതിനകത്തിരിക്കുന്നത് ഈശോയുടെ രക്തമാണ്, ആ മനുഷ്യനിൽ ഒഴുകുന്നത്. അതെ അതെ, വീണ്ടെടുക്കപ്പെട്ട രക്തമാണല്ലോ. അയാളുടെ തലയിൽ വീണില്ല എന്നുണ്ടോ? ഇത്രയും ചിന്തിക്കില്ല. നമ്മളിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇപ്പം ഇത് മാസിലാണേലും നമ്മള് കുർബാനയിലാണേലും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന യുവജനങ്ങളെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പ്രാർത്ഥിക്കും. പക്ഷെ ഇത് കർത്താവ് വീണ്ടെടുത്ത ആത്മാക്കളൊക്കെയാണ് വീണ്ടും പ്രാർത്ഥിക്കേണ്ടതെന്ന് നല്ലൊരു ബോധ്യമാണ്. പിന്നെ പേഴ്സണൽ പ്രയർ, ആരും ഇല്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതും വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയാണെങ്കിൽ അതും കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞത് നല്ല ഇതായിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് വീട്ടിലിരുന്ന് ഇന്റർനാഷണൽ പിന്നെ പ്രേക്ഷിത അതെ പ്രാർത്ഥന വീട്ടിലിരുന്ന് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാരെയും വീണ്ടെടുക്കാൻ പറ്റും, ആത്മാക്കളെ. അപ്പൊ കർത്താവ് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഇതിന്റെ സ്നേഹത്തിന്റെ വലയത്തിലാക്കും. ഇന്ന് കുറെ പുതിയ ബോധ്യങ്ങൾ എനിക്ക് കിട്ടിയ ടോക്കായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ പല കാറ്റഗറി ഞാൻ ഉൾപ്പെടുത്താത്ത പല കാറ്റഗറിയും സിസ്റ്ററിന് എനിക്ക് ഓർമ്മിപ്പിച്ചു തന്നതും, ആരോരും ഇല്ലാത്ത പല മനുഷ്യരിപ്പം വഴിയിൽ കാണുന്ന അങ്ങനെയൊന്നുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയുണ്ടാവില്ല. അവര് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അറിയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ നാട്ടിലൊക്കെ നടക്കുമ്പോഴും ഒരു ദാനധർമ്മം ചെയ്താലും അങ്ങോട്ട് കൊണ്ടുവന്ന് പിച്ചച്ചട്ടിയിൽ ഇടുകയല്ല, അവരെ നോക്കി. ഞാൻ നല്ലൊരു കഥ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കും, കഴിച്ചോ വല്ലതും കഴിച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ഒരു ദിവസം എന്നെ കരയിച്ച്. എന്താ വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് വിഷമം. ഞാൻ ആ കോട്ടത്തിൽ കൂടെ തേരപ്പാര നടന്ന് എത്രയോ ആൾക്കാർ എന്നെ പരിചയമുണ്ട്. കടയിൽ കയറുന്നു, അത് മേടിക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ചില്ല അമ്മ വല്ലതും കഴിച്ചോന്ന്. അപ്പോൾ ഒരു ദിവസം അതിലെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ ചാപ്പിട്ടാച്ചാ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സ്നേഹം പങ്കുവയ്ക്കൽ പോലെ എനിക്കത് തോന്നി. കറക്റ്റ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണം എന്നുള്ള ഒരു ബോധ്യം. അതുപോലെ നമ്മള് സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവ മക്കളാണ് നമ്മളല്ലാതെ നമ്മള് ഭിക്ഷക്കാരെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കണ്ട. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അത് തന്നെ അതിന്റെ കൂട്ടവകാശികളുമാണ്. നമ്മള്
സമർപ്പിച്ചാൽ മതി നമ്മളെ തന്നെ. നമ്മുടെ അതെ, എല്ലാ നിയോഗങ്ങളും ദൈവം ആവശ്യങ്ങളും ഏറ്റെടുക്കും തീർച്ചയായിട്ടും. ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. ഉം, നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ഉം, പൂർണ്ണമായിട്ടും ദൈവത്തിനെ ഏൽപ്പിച്ചാൽ മതി. ഉം. അതാണ് ശരിക്കും നമുക്ക് വേണ്ടിയുള്ള പേഴ്സണൽ പ്രയർ എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. തന്നിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക പ്രൈസ് ദി എന്നുള്ളത്. ലോർഡ്. ആമേൻ ആമേൻ ആമേൻ. ആ, അപ്പം നമുക്ക് ഇനി പറയാനുള്ളത് ഞാനാണ്. ഞാനെന്താ പറയാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഹാലലുയ ഹാലലുയ. നമുക്കിനി എന്താണ്, ഏത് സ്ഥലമായിരുന്നു പ്രാർത്ഥിക്കാനുള്ളത്? അർമേനിയ. 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 സിജി അർമേനിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ആമേൻ 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 ആമേൻ. ജീസസ് ജീസസ്. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്ന് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയതിനകത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നിപ്പോ ഞങ്ങൾ അർമേനിയ എന്ന രാജ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവേ, ആ രാജ്യത്തിലുള്ള എല്ലാ കോടി ആ രാജ്യത്തിന്റെ മാലാഖനെ ആദ്യം വിളിച്ചപേക്ഷിക്കുക. കാരണം ആ മാലാഖയാണ് ഇൻചാർജായിട്ട്. ഒരു മാലാഖയുണ്ട് എല്ലാ രാജ്യത്തിനും, എല്ലാ സിറ്റിക്കും, എല്ലാ പ്രോവിൻസിനും, എല്ലാ സ്റ്റേറ്റിനും. അപ്പം നമ്മൾ ഓരോ ഇനി ഞാൻ ആരോടെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് ഓർമ്മ വെച്ചോളൂ. ആദ്യം തന്നെ ആ രാജ്യത്തിൻ്റെ മാലാഖനെ വിളിച്ചപേക്ഷിച്ച്, അവിടെ അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അവരെ സിജിക്ക് അറിയത്തില്ല, കാരണം സിജി എല്ലാ ദിവസവും കയറുന്നില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, പറഞ്ഞു. സ്നേഹീശോയെ, അവിടുത്തെ ആ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാവൽ മാലാഖയെ കാവൽ മാലാഖയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാവൽ മാലാഖയെ അവരെ കാത്തുകൊള്ളണമേ. ഈശോയെ, അങ്ങയുടെ പ്രഷ്യസ് ബ്ലഡ് കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യണമേ. പരിശുദ്ധമേ മാതാവേ, അങ്ങേ നീലങ്കി കൊണ്ട് അവരെ പൊതിയണമേ. അവരുടെ ആ രാജ്യത്തിലെ എല്ലാ മക്കളെയും, അവരുടെ ആത്മാക്കളെ ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് നൽകുന്നു. ഈശോയെ, ആ രാജ്യത്ത് എന്തെല്ലാം അവരെ സമ്പൽ സമൃദ്ധിയിൽ വളർത്തണമേ. അതുപോലെ തന്നെ ആ രാജ്യത്തെ യുവതിവാക്കന്മാരെ പ്രത്യേകമായിട്ട് അംഗീകാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരണം അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അവരാണല്ലോ ഈശോയെ വാർത്തെടുക്കാനുള്ളത്. കാവൽമാരെ അവരെ പ്രത്യേകമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമേ. അവര് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ എല്ലാ മയക്കുമരുന്ന്, അതുപോലെ ഉള്ള എല്ലാ ഫ്രീ സെക്സ്, അതൊക്കെയാണ് സംഭവങ്ങൾ. എല്ലാ പാപങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ നൽകണമേ. ഈശോ വചനം അവർക്കൊരു ലഹരിയായിട്ട് മാറണമേ. ഈശോ അവർക്ക് ലഹരിയായിട്ട് മാറണമേ. ഇൻസ്റ്റെഡ് ഓഫ് മയക്കുമരുന്നും മദ്യവും അല്ലെങ്കിൽ സെക്സ് അങ്ങനത്തെയുള്ള ഇതിൽ നിന്നൊക്കെ വിടുതൽ നൽകി ഈശോ അവർക്ക് ലഹരി എല്ലാ ജനങ്ങളെയും കാത്തുരക്ഷിക്കണമേ. കാവൽ മാലാഖി അവർക്ക് കൂട്ടായിരിക്കണമേ. താങ്ക് യു ലോർഡ്. നമുക്ക് 7 സ്വർഗസ്നായ അർമേനിയക്ക് വേണ്ടി ചെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഹല്ലേലൂയ. ആരാണ് ദർശനങ്ങളൊക്കെ കണ്ടത്? സിജി ആദ്യം പറഞ്ഞോളൂ. നമ്മള് അർമേനിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ മിഖായേൽ മാലാഖ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കണം ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ കണ്ടത് അഡോറേഷനില് ഈശോ അങ്ങനെ കുരിശിൽ കിടക്കുന്നു. പരിശുദ്ധ അമ്മയും മറിയവും താഴെ നിൽക്കുന്നു. അതാണ് കണ്ടത്. പിന്നെ കണ്ടത് പിന്നെ കരുണയുടെ ജപം ചൊല്ലിയപ്പോ കണ്ടത് ഈശോയുടെ കുരിശിൽ കിടക്കുന്ന ഈശോ, പക്ഷെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റായിട്ട് ഇങ്ങനെ ഒഴുകുന്നു മുൾക്കിരീടത്തിന്റെ അവിടെ. അപ്പൊ നമുക്ക് മുൾക്കിരീടം ധരിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. അവിടുന്ന് ഒഴുകിയ തിരു രക്തത്തിന് നന്ദി പറയാം. കാരണം നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് 2 കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. 1, ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 2, ഈശോയുടെ തിരുരക്തത്തോടാണ്. അപ്പോൾ ആ തിരുരക്തം നമുക്ക് സംരക്ഷണമാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ചോണം. നിങ്ങളുടെ എല്ലാവരുടെയും മേത്ത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ, ഏരിയകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയമങ്ങളിലെല്ലാം ആ തിരുരക്തം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് പറഞ്ഞത്? വിശുദ്ധ മിഖായേലിന് നന്ദി പറയാം. ആമേൻ. അർമേനിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ട വിശുദ്ധ മിഖായേലിന് നന്ദി സമർപ്പിക്കാം. പിന്നെ അത്രേ ഉള്ളൂ. നന്ദി പറയാം. ആമേൻ. സുജ എന്താ കണ്ടത്? പിന്നെ അഡോഷന്റെ സമയത്ത്
ഇങ്ങനെ മുഖം മാത്രം, പിന്നെ കുരിശ് മുൾമുടി വെച്ച് ഈശോയുടെ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണീർ രക്തം ഒഴുകുന്നതായിട്ട് കണ്ടത്. ഓ ഓക്കെ, നമ്മളത് കണ്ടിട്ടുണ്ട്, ആ പടം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തല കുറച്ച് ചെരിച്ചല്ലേ, മുന്നോട്ടാഞ്ഞല്ലേ നിൽക്കുന്നത്. ഇങ്ങനെ മുൾമുടി ആ, വെച്ചപ്പോഴത്തേനും കുറെ ഇങ്ങനെ രക്തം ഇങ്ങനെ പൊടിഞ്ഞു പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹമല്ലേ. ആമേൻ. പിന്നെ കണ്ടത് പരിശുദ്ധി അമ്മേനെ കണ്ടത്. പരിശുദ്ധി അമ്മ നക്ഷത്രമുള്ള ആ മുൾമുടി കിരീടം ധരിച്ചിരിക്കുന്ന അമ്മേനെ കണ്ടത്. പിന്നെ വിശുദ്ധ ചാവറയച്ചനെ കണ്ടു. ആഹാ, അതൊക്കെ പുതിയതായിട്ടാണല്ലോ, ആദ്യമായിട്ടാണല്ലോ വിശുദ്ധ ചാവറയച്ചനെ കാണുന്നത്. ഞാനും കണ്ടിട്ടില്ല ചാവറയച്ചൻ്റെ അവിടെ. ഞാൻ അവിടുത്തെ കുന്നിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് അവിടുത്തെ അങ്കനവാടിയൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് ചാവറയച്ചൻ്റെ മധ്യസ്ഥം കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളേതായാലും അവർ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയപ്പം പുള്ളിക്കാരൻ വിചാരിച്ചതാണ് ഇങ്ങ് പോകുന്നേക്കാന്ന്. നല്ല കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. യു ആർ വെൽക്കം കുര്യാക്കോസ് ചാവറയച്ച. താങ്ക് യു. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഇങ്ങനത്തെ അത്ഭുതകരമായ ദർശനങ്ങൾ സാധാരണക്കാരായ നമുക്ക് തരുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നമ്മളോടുള്ള സ്നേഹവും ഇതുമാണ് ഉള്ളത്. എന്താണ് പറയുന്നത്, ഹി ഈസ് ഹാപ്പി വിത്ത് us. അത് തരാനായിട്ട്, ആ ഗ്രേസ് തരാനായിട്ട് ബില്ലിംഗ് ആണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കിട്ടുന്നത്. ആമേൻ. കഴിഞ്ഞോ? അപ്പൊ ഇനി ആലേ പറ. ആമേൻ. ഈശോയും മാതാവും, അത് വേളാങ്കണ്ണി മാതാവായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ ആരാധനയുടെ സമയത്ത് ഈശോയുടെ തിരുമുഖം കണ്ടത്. അത് ഇങ്ങനെ രക്തം ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നത്. അത് സുജയ അത് തന്നെയാണല്ലോ കണ്ടത്. ഇപ്പൊ വലിയ പ്രസൻസ് ഉണ്ടായിരുന്നു സാരം. ഓക്കെ. പിന്നെ വന്ദന പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് ഇങ്ങനെ ഒത്തിരി ആത്മാക്കൾ സുഖത്തിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ഒരു കർഷകൻ ഇങ്ങനെ വയലില് കൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ വിത്ത് വിതയ്ക്കുന്നത്. അതെല്ലാം നമ്മൾ ഓരോരുത്തരും ആ വിത്ത് വിതയ്ക്കുകയാണല്ലോ നമ്മൾ മറ്റുള്ള ആത്മാവിൽ. നമ്മുടെ പ്രാർത്ഥന ഇപ്പം അർമേനിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയുള്ള സകലരുടെയും ആത്മാവിൽ ദൈവം ഇപ്പം വിശ്വമികാലം അവിടെ പോയി നിന്നു. പിന്നെ സകലരുടെ പിന്നെ അവിടെ നിൽക്കുന്ന കാവൽമാലാഖ അത് പിന്നെ നോക്കിക്കോളും. അപ്പം നമ്മുടെ ഈ പ്രാർത്ഥന ഭയങ്കര ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ. പിന്നെ രണ്ട് ബസ് ഇങ്ങനെ നേരെ ഇങ്ങനെ വന്ന് ഇടിച്ച് നിൽക്കുക. അപ്പൊ ഒരു ബസ്സൊക്കെ അങ്ങനെ ഡാമേജ് ഉണ്ടായതേ ഉള്ളൂ. പക്ഷെ വലിയ പരിക്കൊന്നും ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. നാട്ടിലാണോ? എവിടെയാ അതിനുള്ള ബസ് തന്നെയാണല്ലോ കണ്ടതല്ലേ, അല്ലാതെ ഒരു ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കും മരണമൊന്നും ഉണ്ടായില്ലല്ലേ. ദൈവത്തിന് നന്ദി പറയാം. നമ്മളിത് ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്താണ്? പിന്നെ വിസ്തമിക്കായാലും ഇങ്ങനെ പടവെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിസ്റ്ററുടെ വീട്ടില്. അതുപോലെ മാതാവും മാലാഖവൃന്ദങ്ങളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. മാലാഖയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മാലാഖവൃന്ദത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വിശുദ്ധ മിഖായേലിന് ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. വിശുദ്ധ മിഖായേല്, ഹല്ലേലൂയ. പിന്നെ ആരാണ്? പിന്നെ രക്തം ചിന്തിയ മുഖമുള്ള ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എന്തായിരുന്നു? വേളാങ്കണ്ണി മാതാവിന് നന്ദി. ചാവറയച്ചന് നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ഞാൻ എൻ്റെ കരുത്തെ ഈ മക്കളുടെ നേരെ നീട്ടുന്നു. കർത്താവേ, അങ്ങയുടെ ആണിപ്പിഴുതേറ്റക്കാരും ഈ മക്കളുടെ ഓരോരുത്തരുടെയും തലയിൽ വെക്കണമേ. എൻ്റെയും മകളുടെ ഹസ്ബൻഡിൻ്റെയും തലയിൽ വെക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ വലിയ സംരക്ഷണം ഉണ്ടാകുമാറാട്ടെ. ഞങ്ങളുടെ നേരെ അങ്ങയുടെ ആണിപ്പിഴുതേറ്റ കൈ നീട്ടണമേ കർത്താവേ. കരുണയോടെ ഞങ്ങളെ നോക്കണേ കർത്താവേ. ഞങ്ങൾ സഹിക്കുന്ന സഹനത്തെ കാണണമേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത് കർത്താവേ. ഞങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വരാമാന്ന സകല ആപത്തിൽ നിന്നും പെടുമരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പൈശാചിക കുടിലെ തന്ത്രങ്ങളിൽ നിന്നും
ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ, ഘോരമായ രാത്രിയിൽ തന്നെ കർത്താവെ സംരക്ഷിച്ചുകൊള്ളണമേ. വരുന്നത് എന്ത്, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലോ ഞങ്ങളുടെ അന്ത്യം വരെ ഓരോ മിനിറ്റുകളും എണ്ണി വെച്ചിരിക്കുന്ന ദൈവമാണ് അങ്ങ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. അങ്ങയുടെ തിരുരക്തം ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണം കോട്ടയായി ഈ നിമിഷം മാറട്ടെ. ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന് ചുറ്റും, ഞങ്ങളായിരിക്കുന്ന മുറിക്ക് ചുറ്റും, ഞങ്ങളായിരിക്കുന്ന വീടിന് ചുറ്റും, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ, ഏരിയയിലെല്ലാം കർത്താവെ, അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, ആ കാര്യങ്ങളെല്ലാം കർത്താവെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇന്ന് സന്തോഷമായെന്ന് തോന്നുന്നു. കാരണം നിങ്ങളെയൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്. അപ്പം ഗ്ലാഡി, ഗുഡ് നൈറ്റ്. എല്ലാവരും വെച്ചോളൂ. ഗുഡ് നൈറ്റ്.